വിദ്യാർത്ഥിയായും കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥിയായും മുകേഷ് സ്വന്തം കലാലയമായ SN കോളേജിലും മറ്റ് ക്യാമ്പസുകളിലും യുവതയെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. അടുത്തിരിക്കുന്ന സഹപാഠിയുടെ ജാതിയും മതവും നോക്കാൻ ആവശ്യപ്പെടുന്ന BJPക്കും അവരെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനും തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകണമെന്ന് മുകേഷ് പറഞ്ഞു. കുടുംബക്ഷേത്രമായ കന്നിമേൽക്കാവ് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ സമൂഹ പൊങ്കാലയിൽ മുകേഷ് പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുദേവനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. പിന്നെ നേരെ ഗൃഹാതരത്വമുള്ള സ്വന്തം കലാലയമായ കൊല്ലം SN കോളേജിൽ ആസാദി കോർണറിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ കഥ പറഞ്ഞു. ഞങ്ങൾ തല കുത്തി നിന്ന് നോക്കിയിട്ട് കൂടെ പഠിക്കുന്നവരാണ്, അടുത്ത ഇരുന്ന് പഠിക്കുന്നവരാണ്, തോളിൽ കൂടെ കൈയിട്ട് നടക്കുന്നവരാണ്. പക്ഷെ ഒരു ആളുടെ പോലും കാസ്റ്റ് എന്താണെന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ആ സുവർണകാലമാണ് കേരളത്തിൻ്റെ. ഒരാളുടെ പേര് നോക്കിയിട്ടോ അഡ്രസ്സ് നോക്കിയിട്ടോ അയാൾ ഏത് ജാതിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാലം SN കോളേജിലുണ്ടായിരുന്നു. ആ സുവർണകാലം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ കൈപ്പിടിയിലാണ്. ചരിത്രം വളച്ചൊടിക്കും. നാളത്തെ ചരിത്രം നമ്മൾ പോലും അറിയാത്ത ചരിത്രമായിരിക്കും അവർ എഴുതി വെക്കുന്നത്. അപ്പോൾ ആ അപകടകരമായിട്ടുള്ള അവസ്ഥ വരാതിരിക്കാൻ ഇപ്രാവശ്യം LDF ജയിച്ച് തന്നെ ആകണം. ഇതിനിടെ കാഴ്ച പരിമിതിയുള്ള ജോൺ ചുവന്ന പൂക്കൾ നൽകി സ്വീകരിച്ചു. അകക്കണ്ണുകൊണ്ട് മുകേഷിനെ അറിയുന്ന ജോൺ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് ആശംസയും നേർന്നു. സന്തോഷം കേട്ടോ. പിന്നെ സാറിന് ഇലക്ഷനിൽ നന്നായിട്ട് ജയിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് കേട്ടോ. SN വിമൻസിൽ മുകേഷ് ഒന്നാന്തരം മോട്ടിവേറ്ററായി. SN ലോ കോളേജിൽ മുകേഷ് താൻ നിയമ വിദ്യാർത്ഥിയായിരുന്ന കാലത്തിൻ്റെ മെമ്മറീസിലേക്ക് പോയി. പിന്നെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി വന്നതൊക്കെ ഓർത്തെടുത്തു. എല്ലായിടത്തും വിദ്യാർത്ഥികളുമായി സെൽഫി. കൊട്ടിയം NSS കോളേജിലും കൊട്ടിയം ലോ കോളേജിലും ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജിലും വിദ്യാർത്ഥികളോട് തന്നെ വിജയിപ്പിക്കണമെന്ന് മുകേഷ് താഴ്മയായി അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥികൾ എന്നും ജനാധിപത്യത്തിൻ്റെ വലിയ ശക്തിയാണ്. അത് തിരിച്ചറിഞ്ഞാണ് മുകേഷിൻ്റെ തേരോട്ടം. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.